വേഗം വരുന്ന നമ്മളുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ധന്യനാമത്തിൽ എല്ലാവർക്കും സ്നേഹവന്ദനം. ജൂലൈ 25 അപ്പോസ്തലന്മാരുടെ കൂട്ടത്തിൽ ആദ്യം രക്തസാക്ഷിയായി തീർന്ന വിശുദ്ധ യാക്കോബിൻ്റെ നാളായിട്ടാണ് സഭ ആചരിക്കുന്നത്. വിശുദ്ധ യാക്കോബിൻ്റെ നാളിലാണ് CSI മധ്യകേരള മഹായിടവക രൂപീകരിക്കപ്പെട്ടത്. ഗലീലക്കടൽ തീരത്തുള്ള ഒരു ഗ്രാമത്തിൽ സബദിയുടെ മക്കളായി യാക്കോബും യോഹന്നാനും ജനിച്ചു വളർന്നു. മീൻപിടുത്തമായിരുന്നു അവരുടെ തൊഴിൽ. അപ്പനായ സബദി കൂലിക്കാരെ നിയമിച്ച് മീൻപിടുത്തം നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ ആണ് യേശു യോഹന്നാനെയും യാക്കോബിനെയും വിളിക്കുന്നത്. വിളി കേട്ട ഇവർ അപ്പനെയും കൂലിക്കാരെയും വിട്ടിട്ട് യേശുവിനെ അനുഗമിക്കുകയാണ് ചെയ്തത്. മർക്കോസ് 1:19 മുതൽ 20 വരെ. ഇവരുടെ അമ്മ ശലോമ യേശുവിനെ ശുശ്രൂഷിച്ചുകൊണ്ട് അവനെ അനുഗമിച്ചിരുന്ന സ്ത്രീകളിൽ ഒരാളായിരുന്നു. യേശുവിൻ്റെ അമ്മ മറിയയും സബദി മക്കളുടെ അമ്മ ശലോമയും സഹോദരിമാർ ആയിരുന്നു. സഭാചരിത്രത്തിൽ യോഹന്നാന് കൂടുതൽ സ്ഥാനമുണ്ടായിരുന്നുവെങ്കിലും അപ്പോസ്തലന്മാരുടെ കാലത്ത് ശിഷ്യന്മാരുടെ നേതൃത്വ സ്ഥാനം യാക്കോബിനായിരുന്നു. ഈ നേതൃത്വ സ്ഥാനം യാക്കോബിന് ഉണ്ടായിരുന്നത് കൊണ്ട് തന്നെയാണ് യാക്കോബ് ശിഷ്യന്മാരുടെ കൂട്ടത്തിൽ നിന്ന് ആദ്യം രക്തസാക്ഷിയാകേണ്ടി വന്നത്. അപ്പോസ്തലപ്രവൃത്തി 12:2 യേശുവിൻ്റെ ശിഷ്യന്മാരുടെ കൂട്ടത്തിൽ കർത്താവിനോട് ഏറ്റവും ഉറ്റ ബന്ധം പുലർത്തിയവരായിരുന്നു യാക്കോബ്, പത്രോസ്, യോഹന്നാൻ എന്നിവർ. അതുകൊണ്ട് പല അപൂർവ രംഗങ്ങളിലും ഈ മൂവർക്കും കർത്താവ് ചെയ്ത അത്ഭുതങ്ങൾക്ക് സാക്ഷ്യം വഹിപ്പാൻ കഴിഞ്ഞു. യായിറൂസിൻ്റെ മകളെ ഉയർപ്പിക്കുമ്പോഴും ലൂക്കോസ് 8:51, മറുരൂപമലയിലെ രൂപാന്തര സമയത്തും ലൂക്കോസ് 17:1, ഗെത്സമനത്തോട്ടത്തിലെ പ്രാർത്ഥനാ വേളയിലും മത്തായി 26:37. ഇവർ മൂവരും യേശുവിനോട് കൂടെ ഉണ്ടായിരുന്നു. കർത്താവിന് വേണ്ടി കൂടുതൽ പ്രവർത്തിക്കുവാനും അവനു വേണ്ടി കഷ്ടം സഹിക്കുവാനും തക്കവണ്ണം യാക്കോബിനെ ഒരുക്കിയത് കർത്താവിനോട് കൂടെയുള്ള തൻ്റെ യാത്രയാണ്. മരിച്ചവരെ ഉയർപ്പിച്ചതിന് സാക്ഷിയായതിൽ കൂടി ക്രിസ്തുവിന് വേണ്ടി രക്തസാക്ഷിയാകുവാനുള്ള ധൈര്യം യാക്കോബിന് ലഭിച്ചു. യേശുവിന് മരണത്തിന്മേലും അധികാരം ഉണ്ടെന്നും അവൻ ജീവൻ്റെ നാഥനാണെന്നും ഉള്ള ബോധ്യം ഇതിൽ കൂടി യാക്കോബിന് ഉണ്ടായി. മറുരൂപമലയിലെ രൂപാന്തര അനുഭവത്തിൻ്റെ സാക്ഷിയായതിൽ കൂടി ഭൂമിയിലെ ജീവിതത്തിന് അപ്പുറമായി തിരസ്കരിക്കപ്പെട്ട ഒരു ജീവിതം ഉണ്ടെന്നുള്ള നിശ്ചയം യാക്കോബിന് ഉണ്ടായി. ഗെത്സമനെ തോട്ടത്തിലെ കർത്താവിൻ്റെ പ്രാണവേദനയിൽ പങ്കാളിയായി തീർന്നതിൽ കൂടി ക്രിസ്തു അനുഭവിച്ച കഷ്ടാനുഭവങ്ങളെ അടുത്തറിയുവാനും ക്രിസ്തുവിന് വേണ്ടി കഷ്ടം അനുഭവിപ്പാനുള്ള മനസ്സൊരുക്കം ഉണ്ടാകുവാനും യാക്കോബിനെ സഹായിച്ചു. ഇവയെല്ലാം തന്നെ ശിഷ്യന്മാരുടെ കൂട്ടത്തിൽ ആദ്യ രക്തസാക്ഷിയാകുന്നതിനും കർത്താവിൻ്റെ കഷ്ടാനുഭവങ്ങളുടെയും മഹത്വത്തിൻ്റെയും പങ്കാളിയാകുന്നതിനും ഈ യാക്കോബിന് സഹായകരമായി തീർന്നു. സബദീപുത്രന്മാരുടെ അമ്മ തൻ്റെ മക്കൾക്ക് കർത്താവിൻ്റെ വലത്തും ഇടത്തും ഇരിക്കുവാനുള്ള വരം ചോദിക്കുന്നതായി മത്തായി 20:20 വായിക്കുന്നുണ്ട്. ഈ സമയം കർത്താവ് അവരോട് ഒരു ചോദ്യം ചോദിച്ചു. ഞാൻ കുടിപ്പാനിരിക്കുന്ന പാനപാത്രം കുടിപ്പാൻ നിങ്ങൾക്ക് കഴിയുമോ? മത്തായി 20:22. അവർ നൽകിയ മറുപടി കഴിയും എന്നായിരുന്നു. അർത്ഥം മനസ്സിലാക്കാതെയായിരുന്നു എങ്കിലും കർത്താവിന് വേണ്ടി ത്യാഗം സഹിപ്പാനുള്ള നിശ്ചയദാർഢ്യമായിരുന്നു ഈ മറുപടിയിൽ അടങ്ങിയിരുന്നത്. അവർ സിംഹാസനം ചോദിക്കുമ്പോൾ
യേശു അവർക്ക് പാനപാത്രം നൽകി. അതിലെ പാനീയം എത്ര കയ്പുള്ളതായിരിക്കുമെന്ന് യാക്കോബ് അന്ന് അറിഞ്ഞിരുന്നില്ല. ഉന്നത സ്ഥാനം ലഭിക്കണമെങ്കിൽ വലിയ വില നൽകിയേ മതിയാകൂ. ക്രൂശില്ലാതെ കിരീടമില്ല. സഹിക്കുന്നുവെങ്കിൽ കൂടെ വാഴും. പദവിക്ക് അതിൻ്റേതായ വില നൽകിയേ മതിയാകൂ. യേശുവിൻ്റെ വിളി ശിഷ്യത്വത്തിലേക്കുള്ള വിളിയാണ്. ദൈവമഹത്വത്തിൻ്റെ പങ്കാളിയാകുവാനും ദൈവത്തിൻ്റെ അത്ഭുതങ്ങളാൽ ലോകത്തെ സ്പർശിക്കുവാനും നമ്മെ സഹായിക്കുന്നത് യേശുവിൻ്റെ വിളിയാണ്. ദൈവവിളി അനുസരിക്കുന്നതിന് വില നൽകണം. ഒന്നും നഷ്ടപ്പെടാതെ ശ്രേഷ്ഠമായ കാര്യങ്ങൾ നേടിയെടുക്കുവാൻ സാധിക്കില്ല. തൊഴിൽ, കുടുംബബന്ധങ്ങൾ, സ്വാധീനം, പാരമ്പര്യം, ധനം ഇവയൊന്നും യേശുവിനെ അനുഗമിക്കുന്നതിന് തടസ്സമാകരുത്. യാക്കോബ് യേശുവിനെ അനുഗമിക്കുന്നതിന് നൽകിയ വില വളരെ വലുതായിരുന്നു. തൊഴിൽ വിറ്റു, കുടുംബ ബന്ധം വിറ്റു, തൻ്റെ എല്ലാ സ്വാധീനങ്ങളും ഉപേക്ഷിച്ചാണ് യാക്കോബ് യേശുവിനെ അനുഗമിച്ചത്. ഒടുക്കൻ രക്തസാക്ഷിയായി തീരുകയും ചെയ്തു. കർത്താവിനെ ആശ്രയിക്കുന്നതിനും അനുസരിക്കുന്നതിനും തടസ്സമായി നിൽക്കുന്ന എല്ലാറ്റെയും അനുദിന ജീവിതത്തിൽ നിന്ന് വിട്ടുകളയുമ്പോൾ മാത്രമേ യേശുവിനെ അനുഗമിക്കുവാൻ നമുക്ക് കഴിയൂ. യേശുവിൻ്റെ വിളി അപ്പോൾ മാത്രമേ കേൾക്കുവാൻ കഴിയൂ. പഴയ ഒരു റോമൻ നാണയത്തിൽ ഒരു കാളയും മുൻപിൽ ഒരു ബലിപീഠവും അതിന് പിറകിൽ ഒരു കലപ്പയും മുദ്രണം ചെയ്തിരിക്കുന്നു. അടിയിൽ രണ്ടിനും തയ്യാറായിരിക്കുക, റെഡി ഫോർ ഐദർ എന്ന ഒരു വാചകവും ഉണ്ട്. സേവനത്തിൽ ഏർപ്പെട്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുകയോ യാഗപീഠത്തിൽ യാഗമായി തീർന്ന് ദൈവത്തെ മഹത്വപ്പെടുത്തുകയോ ചെയ്യുവാനായി നാം വിളിക്കപ്പെട്ടിരിക്കുന്നു എന്ന സത്യമാണ് ഈ നാണയം സൂചിപ്പിക്കുന്നത്. കർത്താവേ, വില നൽകി യേശുവിൻ്റെ ശിഷ്യനായിരിക്കുവാൻ എന്നെ സഹായിക്കണമേ. ആമേൻ.